ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശ്യാമ എഴുതി വെച്ച സത്യങ്ങൾ അടങ്ങിയ ആ ഒരു ലെറ്റർ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് രോഹിത്തിൻ്റെ കയ്യിലാണ്. അത് കിട്ടിയിട്ടും കണ്ട ഭാവം നടിക്കാതെ, ഒന്നും അറിയാത്ത ഭാവം നടിക്കാതെ തന്നെയായിരുന്നു രോഹിത്തിൻ്റെ ഒരു നടത്ത. എന്നാൽ രോഹിത്ത് സത്യം അറിയാൻ നേരെ പോയത് സുസ്മിതയുടെ അരികിലേക്കാണ്. സുസ്മിത കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞെങ്കിലും അതിൻ്റെ കൂടെ വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ രോഹിത്തിൻ്റെ മനസ്സ് മാറ്റിയിരിക്കുകയാണ്. എല്ലാവരോടും ഇപ്പോൾ രോഹിത്തിന് ദേഷ്യമാണ്. അമ്മ മരിക്കാൻ കാരണം സത്യഭാമയാണെന്ന് ഇപ്പോൾ രോഹിത്ത് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരും തന്നെ ചതിക്കുകയാണ്, ഭാര്യ ഉൾപ്പെടെ തന്നെ ചതിക്കുകയാണ് എന്ന് രോഹിത്ത് സ്വയം മനസ്സിലാക്കുന്നുണ്ട്. അതിന് കാരണക്കാര് സുസ്മിതയും ചന്ദ്രബോസും തന്നെയാണ്. ഇപ്പോൾ മറ്റൊരു ശീലവും രോഹിത്തിന് തുടങ്ങിയിരിക്കുന്നുണ്ട്, മദ്യപാനം. മദ്യപിച്ചു കൊണ്ടുവന്ന് രാത്രിയിൽ വീട്ടിൽ കയറി അങ്ങനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് വിഷ്ണുവിനും അവിടെയുള്ള സത്യഭാമയ്ക്കും എല്ലാവർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സംസാരം തന്നെയായിരുന്നു. ശ്യാമ ഇപ്പോൾ രോഹിത്തിനെ വിളിച്ച് മുറിയിലേക്ക് പോകുന്നുണ്ട്. അവൻ എന്തൊക്കെയാടാ പറഞ്ഞിട്ട് പോകുന്നത് എന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട്. അവൻ പറഞ്ഞതിലും സത്യമുണ്ട്. അവനിപ്പോൾ എന്നെക്കാളും സ്ഥാനമുണ്ട്. ഇവിടെ ഒരു അധികപ്പറ്റി ഞാനാണ്. എല്ലാ അർത്ഥത്തിലും എന്നൊക്കെ വിഷ്ണു വളരെ സങ്കടത്തോടെ പറയുന്നു. കാരണം വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കി പലതും രോഹിത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണുവിന് ഈ ഒരു മാറ്റം. നീ ഒന്നും മിണ്ടാതിരിക്കുക, അവൻ കഴിച്ച ആ മദ്യമാണ് അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്ന് രാഘവൻ പറഞ്ഞു. സ്വബോധമുള്ളവനാണെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ പറയുമോ എന്ന് രാഘവൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, മദ്യത്തിൻ്റെ പുറത്താണെങ്കിലും അവൻ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട് അച്ഛാ. അവൻ നോക്കുമ്പോൾ കുടുംബവും കുട്ടികളും ഇല്ലാത്തത് എനിക്കല്ലേ. എന്തർത്ഥമോ എൻ്റെ ജീവിതത്തിലുള്ളത്? പൂജ്യം, വെറും വട്ടപൂജ്യം എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടെ വിഷ്ണു അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ഭാമയും രോഹിത്തും രാഘവനും വിഷ്ണുവും ഒക്കെ. പുറത്തിറങ്ങിയതിന് ശേഷം വിഷ്ണു രോഹിത്ത് പറഞ്ഞതിനെ പറ്റി വീണ്ടും ആലോചിച്ച് വളരെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട്, വിഷമത്തോടെ. തുടർന്ന് സത്യഭാമ രാഘവനോട് പറയുന്നുണ്ട്, രാഘവേട്ട, ഇവൻ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്തോ ചെയ്യും? എനിക്കൊന്നും അറിഞ്ഞൂടാ. സമാധാനം ഈ കുടുംബത്തിന്റെ പണ്ടേ പോയതാണല്ലോ, ഇപ്പോൾ അതങ്ങ് പൂർണ്ണമായി എന്ന് രാഘവൻ പറയുമ്പോൾ വീണ്ടും വിഷ്ണു രോഹിത്ത് പറഞ്ഞതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഇതേസമയം ശാലിനിയെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴും സത്യ അച്ഛനെ കാണണമെന്നുള്ള വാശിയിൽ തന്നെയാണ്. എന്നാൽ ശാലിനി ഓർക്കുന്നത് ശ്യാമ പറഞ്ഞ ആ ഒരു രഹസ്യത്തിനെ പറ്റിയാണ്. ശ്യാമ നേരെ വന്ന് ശാലിനിയോട് എല്ലാ രഹസ്യങ്ങളും പറഞ്ഞിരുന്നു. ഞാൻ സത്യങ്ങളെല്ലാം എഴുതി ഒരു പേപ്പറിൽ വെച്ച കാര്യവും ആ പേപ്പർ കാണാതെ പോയ കാര്യവും. പക്ഷെ ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല അത് രോഹിത്തിന്റെ കയ്യിലാണ് കിട്ടിയതെന്ന്. അപ്പോൾ ആരെങ്കിലും ആ സത്യം അറിഞ്ഞു കാണുമോ എന്നൊരു ടെൻഷനിലാണ് ശാലിനി. തുടർന്ന് രോഹിത്ത് ശ്യാമയുടെ മുറിയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുമാണ് ഇപ്പോൾ ആ മുറിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നത്. ദേഷ്യത്തോടെ തന്നെയാണ് ശ്യാമയുടെ മുന്നിൽ രോഹിത്ത് നിൽക്കുന്നത്. എന്തിനാ രോഹിത്തെ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുന്നത്? സത്യാമ്മയും വിഷ്ണുവേട്ടനെയും വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയായി വീട്ടിൽ ജീവിച്ചു പോകുന്നത് എന്ന് ശ്യാമ പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചു പോകും. നീ ഇവിടെ ജീവിക്കണോ വേണ്ടവെന്ന് ഞാൻ തീരുമാനിക്കണം. രോഹിത്തെ, നമ്മുടെ മോള് പപ്പി ഓർത്തെങ്കിലും രോഹിത്ത് ഇനി കുടിക്കരുത് എന്ന് ശ്യാമ പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, നമ്മുടെ മോളോ? ഏത് മോള്? എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും, കഴുത്തറ്റം വരെ കുടിക്കുകയും ചെയ്യും. ഒരാളും എന്നെ നേർവഴിക്ക് നടത്താൻ വരണ്ട, നീ പോലും. ശ്യാമ പറയുന്നു, രോഹിത്തെ, ഞാൻ രോഹിത്തിന്റെ ഭാര്യയാണ്, എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. അവകാശോ? എന്ത് അവകാശോടി നിനക്കുള്ളത്? നിനക്ക് ഒരു അവകാശവും ഇല്ലടി. കാരണം നീ എന്നെ ചതിക്കുകയായിരുന്നു. കുറെ വർഷങ്ങളായിട്ട് നീ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് രോഹിത്ത് പറയുമ്പോൾ ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. ഈശ്വര, ആ കത്ത് രോഹിത്തിന്റെ കയ്യിലാണോ കിട്ടിയത് എന്ന് ശ്യാമ വിചാരിക്കുന്നു. രോഹിത്ത് പറയുന്നുണ്ട്, ഡി, എങ്ങോട്ടാണ് നീ പോന്നത്? ചതിക്കുന്നവള് എൻ്റെ മുറിയിൽ കിടക്കണ്ട. നീ ചിലപ്പോ എൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്നാലോ. നിന്റെ സ്ഥാനം ഇനി ഈ വീടിന് പുറത്ത് എന്നൊക്കെ രോഹിത്ത് പറയുമ്പോൾ ശ്യാമ രോഹിത്തെ എന്ന് വിളിക്കുന്നുണ്ട്. നീ എന്നെ അങ്ങനെ വിളിക്കരുത്, എനിക്ക് ഇനി ഇങ്ങനെ ഒരു ഭാര്യയില്ല. എൻ്റെ കൺമുന്നിൽ പോലും ഇനി വന്നു പോകരുതെന്ന് പറഞ്ഞ് രോഹിത്ത് വളരെ ദേഷ്യത്തോടെ ശ്യാമയുടെ കരണ തടിച്ചു. ശ്യാമ തറയിലേക്ക് വന്ന് വീണത് ഭാമയുടെ മുന്നിൽ. എന്തൊരു മനസ്സാടി നിന്റേത്? ഇത്രയും കാലം ഒരു കുടുംബത്തെ മുഴുവനും പറ്റിക്കുകയാണെന്ന് പറയുമ്പോൾ നിന്നെ ഇതല്ല ചെയ്യേണ്ടത്, ജീവനോടെ കെട്ടി തൂക്കുകയാണ് വേണ്ടത്. താലി കെട്ടിയ പുരുഷനെ വഞ്ചിക്കുന്നവർക്ക് ഇഹലോകത്തും പരലോകത്തും സ്ഥാനമില്ലെന്നാ പറയുന്നത് എന്ന് ഭാമയും ശ്യാമയോട് പറയുന്നുണ്ട്. അവിടേക്ക് രാഘവനും വരുന്നു. എല്ലാവരും ദേഷ്യത്തിലാണ്. ഇത് അവനെ മാത്രമല്ലല്ലോ, നിന്നെ വിശ്വസിച്ച എല്ലാവരെയും വഞ്ചിച്ചില്ലേ നീ? പിള്ളച്ചേട്ടനും പൊന്നിയും എല്ലാം അവിടേക്ക് വന്നു. രാഘവനോട് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നുണ്ട്, അച്ഛാ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. അച്ഛനെങ്കിലും ഒന്ന് മനസ്സിലാക്കിയെടുത്തോളം മതി. നിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ തല്ലാത്തത്.
ഇല്ലെങ്കിൽ ദേ ഈ കുത്തി നടക്കുന്ന വടിക്ക് മറ്റൊരു പേരും കൂടി ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചു തന്നേനെ. എല്ലാവരും കൂടി എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എനിക്ക് ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, ഡി എന്താ തെറ്റാണ് ചെയ്തത് എന്ന് നിനക്ക് അറിയണം അല്ലേ? എങ്കിൽ പറയടി, പപ്പിയുടെ അച്ഛനാരാ എന്ന് രോഹിത് ശ്യാമയോട് ചോദിക്കുന്നുണ്ട്. പപ്പിയുടെ അച്ഛൻ ആരാടി? ഞാനാണോ എന്ന് പറയടി, പറയാൻ എനിക്ക് രോഹിത് ചോദിക്കുന്നു. ശ്യാമ ഒന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ രോഹിത്തിന്റെ പോക്കറ്റിലിരുന്ന ആ ഒരു ലെറ്റർ രോഹിത് എടുക്കുകയാണ്. ശ്യാമ അത് കണ്ട് ഞെട്ടി. ഇത് നീ എഴുതി വെച്ച കത്തല്ലേ? ആ കത്തിപ്പോൾ എല്ലാവരും വായിക്കുന്നുണ്ട്. ഇത്രയും നാള് ഈ കുടുംബത്തോട് മറച്ചു വെച്ച ആ രഹസ്യം ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ്. പപ്പി എൻ്റെ മകളല്ല. വിഷ്ണുവേട്ടനും എൻ്റെ കുഞ്ഞേച്ചിക്കും പിറന്ന ഇരട്ട കുട്ടികളാണ്. അവരാണ് പപ്പിയും സത്യയും. പക്ഷേ രോഹിത്തിന് ഈ കാര്യം അറിയില്ല. എനിക്ക് അബോഷനായപ്പോൾ ഡോക്ടർ എനിക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യാമ്മയുടെയും രോഹിത്തിൻ്റെയും ഒക്കെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് എനിക്ക് ഗർഭിണിയായി അഭിനയിക്കേണ്ടി വന്നു എന്നൊക്കെയാണ് ആ കത്തിൽ രോഹിത് പറയുന്നുണ്ട്. പപ്പി എൻ്റെ മോളല്ല. ഇത്രയും നാളെ നീയും നിന്റെ വീട്ടുകാരും ചേർന്ന് ഞങ്ങളെ വിഡ്ഢികളാക്കുകയായിരുന്നു അല്ലേ? എന്തിനാണ് നീ ഇത്രയും ചതി എന്നോട് കാണിച്ചത്? ഇനി നീ ഇവിടെ കഴിയണ്ട, നീ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ രോഹിത്. അങ്ങനെ ശ്യാമയെ പിടിച്ചു വലിച്ച് താഴേക്ക് ദേഷ്യത്തോടെ രോഹിത് കൊണ്ടുപോകുന്നു. രോഹിത് ശ്യാമയെ പിടിച്ചു കൊണ്ടുപോയി ആ കിണറ്റിന്റെ മുട്ടിലേക്ക് ഒരൊറ്റ തള്ളാണ്. ദേഷ്യത്തോടെ രോഹിത് അകത്തേക്കും പോയി. കരഞ്ഞുകൊണ്ട് ശ്യാമ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നേരെ മുറിയിലേക്ക് പോയിരിക്കുകയാണ്. ഉറങ്ങിക്കിടന്ന പപ്പിയെ എടുക്കുന്നു. അച്ഛ എന്നെപ്പോ രാത്രിയിൽ എവിടെ കൊണ്ടുപോവുക എന്നൊക്കെ പപ്പി പറയുന്നുണ്ട്. വിടച്ച എന്നൊക്കെ പറയുന്നു. കിണറ്റിന്റെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോൾ ശ്യാമയും തടയുന്നുണ്ടായിരുന്നു. എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ ശ്യാമ. സമ്മതിച്ചല്ലോ, എന്റെ മോളല്ലെന്ന് നീ സമ്മതിച്ചല്ലോ, അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് കൊല്ലാം. അങ്ങനെ ശ്യാമയെ പിടിച്ച് തള്ളിയിട്ട് രോഹിത് പപ്പിയെ കിണറ്റിലേക്ക് ഇടുകയാണ്. പപ്പിമോളെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീക്കുകയാണ് ശ്യാമ. എന്താ അമ്മ എന്ന് പറഞ്ഞ് അരികിൽ കിടക്കുന്ന പപ്പിയും എണീക്കുന്നു. പപ്പിയെ ചേർത്ത് പിടിച്ച് കുറെ ചുംബനങ്ങൾ കൊടുക്കുകയാണ് പപ്പിക്ക് ശ്യാമ. എന്താ അമ്മ, എന്ത് പറ്റി? വല്ല സ്വപ്നങ്ങളും കണ്ടോ എന്ന് പപ്പി ചോദിക്കുന്നു. എൻ്റെ മോളെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ, എനിക്കിപ്പോഴാണ് സമാധാനമായത് എന്ന് പറഞ്ഞ് വീണ്ടും ശ്യാമ പപ്പിക്ക് ചുംബനം കൊടുത്തു. എന്താ എന്ന് ചോദിച്ച് ഇപ്പോൾ സത്യഭാമയും പൊന്നിയും അവിടേക്ക് വന്നു. എന്ത് പറ്റി, എന്തിനാ നിലവിളിച്ചത് എന്നൊക്കെ സത്യഭാമ ചോദിച്ചുകൊണ്ട് അവിടേക്ക് വന്നപ്പോൾ അവിടെ ആ ജഗ്ഗിലിരുന്ന വെള്ളം പെട്ടെന്ന് എടുത്ത് കുടിക്കുകയാണ് ശ്യാമ. എന്നിട്ട് വീണ്ടും കുറേ ചുംബനങ്ങൾ കൊടുക്കുന്നു. എടി ശ്യാമ, എന്ത് പറ്റിയെന്ന് എന്നൊക്കെ ഭാമ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, സത്യാമ്മേ ഞാനൊരു സ്വപ്നം കണ്ടതാണ്. രോഹിത് എവിടെയെന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ല സത്യാമ്മേ, ഞാൻ എണീറ്റപ്പോൾ ഇവിടെ ഇല്ലെന്ന് ശ്യാമ പറയുന്നു. അയ്യോ, അവൻ ഈ സമയത്ത് എവിടെ പോയി? എടി നീ പ്രാർത്ഥിച്ചിട്ട് കിടക്കണം, കുറച്ചൊക്കെ ഈശ്വര വിശ്വാസം വേണം. പോട്ടെ, സാരമില്ല, നീ വിഷമിക്കാതെ എന്നൊക്കെ, നീ പ്രാർത്ഥിച്ചിട്ട് കിടക്ക്, ദുസ്വപ്നം കാണില്ല എന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. ഇപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ. എന്നിട്ട് സത്യഭാമയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. സത്യഭാമ ശ്യാമയെ സമാധാനിപ്പിക്കുന്നു. എന്നാൽ ഇതേ സമയം അല്പം മാറി സിഗരറ്റ് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുകയാണ് രോഹിത്. സുസ്മിത പറഞ്ഞ കാര്യങ്ങളാണ് രോഹിത് വീണ്ടും ആലോചിക്കുന്നത്. ഇപ്പോൾ സത്യഭാമ രോഹിത്തിനരികിലേക്ക് വരുന്നു. സത്യഭാമയെ കണ്ടതും ആ സിഗരറ്റ് എടുത്ത് വെളിയിലേക്ക് കളയുകയാണ് രോഹിത്. രോഹിത് പോകാൻ തുടങ്ങുമ്പോൾ ഭാമ പറയുന്നു, ഡാ നിനക്ക് ഈ ശീലങ്ങൾ പതിവില്ലല്ലോ, പിന്നെന്താ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഉറങ്ങുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഒന്നുമില്ല, വെറുതെ. നിന്റെ കള്ളക്ക് ഇറങ്ങിയോ എന്ന് ഭാമ ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നു, സത്യാമ്മേ ഞാനത് സമാധാനമായിട്ട് ഇരുന്നോട്ടെ. ഡാ നിനക്ക് എന്നു മുതലാ ഞങ്ങളൊക്കെ മനസ്സമാധാനക്കേടായി മാറിയത്? കള്ള കുടിച്ച് ബോധമില്ലാതെ വന്നിട്ട് നീ എന്തൊക്കെ അനാവശ്യങ്ങളാ വിളിച്ച് പറഞ്ഞെന്നെ നിനക്ക് ഓർമ്മയുണ്ടോ? സ്നേഹിക്കുന്നവരേക്ക് വെറുപ്പിക്കാൻ നീ എന്നു മുതലാടാ പഠിച്ചത് എന്നൊക്കെ ഭാമ പറയുമ്പോൾ രോഹിത് പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ വീണ്ടും ഭാമ രോഹിതിനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. നിന്റെ ഇപ്പോഴത്തെ പോക്ക് മോശമായതുകൊണ്ട് പറയാണ്, ഒരാളെ വകവയ്ക്കാതെ പോകുന്ന നിന്റെ ഈ പോക്കുണ്ടല്ലോ, ഇതെങ്ങോട്ടാടാ? നീ മനസ്സിലാക്ക്, അവനവൻ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കി മുന്നോട്ട് പോ, ഇല്ലെങ്കിൽ ഒരിക്കലും നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ലെന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, അങ്ങനെയാണല്ലോ, അത് തന്നെയാണല്ലോ എല്ലാവരുടെയും ഉദ്ദേശം. എനിക്ക് എന്നെ നന്നായിട്ടറിയാം, ഞാൻ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ തോറ്റു തരാൻ എനിക്ക് മനസ്സില്ല. എന്നെ തോൽപ്പിക്കാൻ 4 വശത്തു നിന്നും ആൾക്കാരുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അനാഥനാണല്ലോ, ഒരാളും ചോദിക്കാനില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും 2 തരത്തിൽ എന്നോട് പെരുമാറുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, സ്വന്തം ചോരയോടായിരിക്കുമല്ലോ എല്ലാവർക്കും സ്നേഹമുണ്ടാകുന്നത്. അങ്ങനെ ഏറ്റെടുത്തപ്പോൾ തന്നെ സത്യാമ്മയ്ക്ക് എന്നെ ഇങ്ങ് കൊന്നുകളയാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ രോഹിത് പറയുന്നു. എന്തൊക്കെയാടാ നീ പറയുന്നത്? നിന്റെ സംസാരം അതിര് കടക്കുന്നുണ്ട് മോനെ. എന്താടാ നിനക്ക് പറ്റിയത്? എടാ നീ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇന്നേവരെ മനസ്സിൽ പോലും ഞങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നീ ഇപ്പോൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. എനിക്കറിയാം ഇതെല്ലാം നാടകമായി കാണിക്കുന്ന സ്നേഹവും സംസാരവും ഒക്കെ എല്ലാം നാടകമാണ്. ഏതോ കടപ്പാടിന്റെ പേരിൽ സത്യാമ്മ പറയുന്നതാണ്. എന്നോ കൊടുത്ത വാക്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ കപട നാടകം. വിലയില്ലാത്തവനെ പോലെ എനിക്ക് ജീവിക്കേണ്ടി വന്നത് നിങ്ങളൊക്കെ കാരണമാണ്. ഇന്ന് ഞാൻ ഏതവസ്ഥയിലെത്തിയോ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ വീട്ടിലുള്ളവർക്ക് തന്നെയാണ്.
അല്ലെങ്കിലും ജീവിതത്തിൽ സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം. പുണ്യം എനിക്ക് പുണ്യമില്ല. ശപിക്കപ്പെട്ടവനാണ് ഞാൻ, ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് തന്നെയാണ് ഈശ്വരൻ എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നത് ജീവിതകാലം മുഴുവനും അനാഥനായി ജീവിക്കണം എന്ന്. ജീവിച്ചോളാം, അനാഥനായിട്ട് തന്നെ ഞാൻ ജീവിച്ചോളാം. പക്ഷേ സ്വന്തം എന്ന് കരുതുന്നവരൊക്കെ ഒരൊറ്റ നിമിഷത്തിൽ അന്യരായി പോകുന്ന അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും ആർക്കും സംഭവിക്കരുത് എന്ന് പറയുമ്പോൾ ഭാമ പറയുന്നു, മോനെ നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? നിന്റെ മനസ്സിൽ ഞാൻ അറിയാത്ത എന്തൊക്കെയോ ഉണ്ടല്ലോ. എന്താ നിന്റെ പ്രശ്നം? എടാ മോനെ, മക്കള് തെറ്റ് കാണിക്കുമ്പോൾ ഏതൊരമ്മയാ വഴക്ക് പറയാതിരിക്കുന്നത്, ശിക്ഷിക്കാതിരിക്കുന്നത്? അത് അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ഇഷ്ടക്കൂടുതൽ കൊണ്ടാ. വേണ്ട, ഒരാളുടെ സ്നേഹം എനിക്ക് വേണ്ട. എല്ലാം കാപഠ്യമാണ്, അഭിനയമാണ്. പുറമെ ചിരിച്ച് കാണിക്കുന്നവർക്ക് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ചതിയുണ്ട്. നമ്മളെ കൊല്ല ചെയ്യിപ്പിക്കാൻ പോകുന്ന ചതി. വേണ്ട, ഒരാളെയും എനിക്ക് കാണണ്ട, എനിക്ക് വെറുപ്പാണ്. ഉള്ളിൽ സൂചി കുത്തി ഇറങ്ങുന്ന വേദനയോടെയാണ് ഞാൻ ഈ പറയുന്നത് എന്ന് കരഞ്ഞുകൊണ്ട് രോഹിത് പറയുന്നുണ്ട്. എനിക്കിനി ആരും വേണ്ട, സ്വന്തവും ബന്ധമൊന്നും എനിക്കില്ല. എനിക്കിനി ഞാനായിട്ട് ജീവിക്കണം. അതിന് ഒരാളും എൻ്റെ മുന്നിലേക്ക് വരരുത്. ഞാൻ ചതി പറ്റിയവനാണ്. ഇനി ഒരു ചതി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് വിധേനയും പൊരുതും. പക്ഷേ പൊരുതുന്നത് ഞാനായിട്ടായിരിക്കില്ലെന്ന് മാത്രം. ഇത്രയും പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് പോയി. ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ഭാമ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു. ശാലിനിയെ കാണിക്കുന്നുണ്ട്. ശാലിനി വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ശാലിനിയുടെ കോൾ വന്നതും വളരെ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുകയാണ് വിഷ്ണു. ഫോൺ അവിടേക്ക് വെക്കുന്നു. ശാലിനി വീണ്ടും വിളിച്ചു. ഫോൺ എടുക്കുന്നില്ലല്ലോ, മനഃപൂർവ്വമാണോ അതോ ഇനി എന്തെങ്കിലും തിരക്ക് കാണുമോ എന്നൊക്കെ ശാലിനി വിചാരിക്കുന്ന സമയത്താണ് അവിടേക്ക് അനു കയറി വരുന്നത്. അനു, ഞാൻ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞ് ശാലിനി അനുവിനോട് വിളിക്കാൻ പറയുന്നുണ്ട് വിഷ്ണുവിനെ. അനുവിൻ്റെ നമ്പർ വിഷ്ണുവേട്ടൻ്റെ കയ്യിലില്ലെങ്കിൽ വിഷ്ണുവേട്ടൻ ഫോൺ എടുക്കും എന്ന് ശാലിനി വിചാരിക്കുന്നു. വിളിച്ചിട്ട് എന്താണ് പറയേണ്ടത് എന്ന് അനു ചോദിക്കുന്നു. വിളിക്കുക, ആദ്യം എടുക്കുമോ നോക്കട്ടെ എന്ന് ശാലിനി. അങ്ങനെ ഇപ്പോൾ വിഷ്ണു ഫോൺ എടുത്തു എന്ന് അനു ശാലിനിയോട് പറയുന്നു. ഞാൻ അനു പല്ലവി, കളക്ടർ മേഡത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് എന്നൊക്കെ ഇങ്ങനെ അനു പറഞ്ഞു. എന്താണ് എന്ന് ദേഷ്യത്തോടെ തന്നെ വിഷ്ണു ചോദിക്കുന്നു. മേഡം കുറേ നേരമായി ട്രൈ ചെയ്യുന്നു എന്ന് അനു പറയുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നു, ഞാൻ കുറച്ച് തിരക്കായിരുന്നു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞത് എന്ന് അനു പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഞാൻ തിരക്കാണെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കെന്താ എൻ്റേതായിട്ടുള്ള തിരക്കുകളില്ലേ? എന്താ വിളിച്ച കാര്യം പറ. എനിക്ക് ദേഷ്യത്തോടെ തന്നെയാണ് വിഷ്ണു പറയുന്നത്. സാർ, മേഡത്തെ ഒന്ന് വിളിക്കണം. മേഡത്തിന് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ട്. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത് എന്നെ വിഷ്ണു പറയുന്നുണ്ട്. ആകെ വിഷമത്തോടെ ഇരിക്കുകയാണ് ഇത് കേട്ട് ശാലിനി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.